അയില മുളകിട്ടത് അടിപൊളിയായിട്ടുണ്ട്. നല്ല കൂടുതലൊന്ന് ചാറിലൊന്ന് വരച്ച് കഴിച്ചു. ഓ തോട്ടിൽ നല്ല വെള്ളം, നല്ല മഴയല്ലേ പെയ്തത്. മഴ മഴക്കാലമേ ഇപ്പൊ മീനും വാങ്ങിട്ട് വരുവല്ല. തോട്ടല് നല്ല വെള്ളം വന്നോട്ടാ, നല്ല പറമ്പൻ, നല്ല മഴയല്ലേ പെയ്തത്. ഇല്ല മീൻ കിട്ടിലോട്ടാ, അയിലയും ചെറിയ അയില. നിങ്ങൾ തോടും കടന്നിട്ടാ വരുന്നേ? ആ തോട്ടിലേ വരണ മീനും വാങ്ങിട്ട്? എനക്കൊന്നും കഴിഞ്ഞില്ല, മീൻ മുറിക്കാനൊന്നും എനക്കില്ല. എനിക്ക് പനി വരുന്നോലെ, എന്തോ ഒരു ശീതം പോലെയാണ്. ഓ ഞാൻ തോട്ടിന്റെ കരക്കേ വരുന്നു, ഞാൻ തോട്ടിൽ ഇറങ്ങിയിട്ടൊന്നുമില്ല. നീ തോട്ടിൽ ഇറങ്ങുന്നു, നീ മഴപ്പാറിന്റെ നനഞ്ഞിട്ടുണ്ടാവും അല്ലേ, അതായിരിക്കും പനി വരുന്നുണ്ടാവും. ഒരു കാര്യം ചെയ്യാം, ഞാൻ മുറിച്ചാക്കാം. ഇനി നീ റെസ്റ്റ് എടുത്തോ. അച്ഛാ അതിന്റെ കൊറേ ചെയ്യാൻ തുടങ്ങി അച്ഛാ. ഇന്നലെ കിട്ടുന്ന പോയിന് നീ എന്താ മീൻ മുറിക്കുന്നേ? ഓക്ക് ചെറിയ പനിക്കുന്ന അച്ഛാ, നല്ലോണം മഴ നനഞ്ഞിട്ടുണ്ടാവും. പിന്നെ അവിടെ പനിക്കാണ്ടൊക്കെ മഴ നനഞ്ഞിട്ട് തന്നെ 2 ദിവസം വരും. ഇന്നലെ ആ മഴ കംപ്ലീറ്റ് നനഞ്ഞിട്ട് പുറത്ത് അടിക്കുന്നുണ്ടായി, അടിച്ചു വരുന്നുണ്ടായി. ഞാൻ അന്നേരം പറഞ്ഞു മഴ നനയല്ലേ, പനി വരുവേ, പറഞ്ഞാ കേക്കണ്ടേ. പണ്ടത്തെ പോലത്തെ അതോ പല പനിയാന്ന്. പനി സീസൺ തുടങ്ങിയില്ലേ, മെഡിക്കൽ കോളേജിൽ ഇഷ്ടംപോലെ പനി ഇപ്പം വരുന്നുണ്ട്. പല പനിയുണ്ട് ഇപ്പം. പനി വന്നു കഴിഞ്ഞാ പിന്നെ ഒരാഴ്ച പോയി. പനി വന്നാലേ ഒരാഴ്ച റെസ്റ്റ് എടുക്കേണ്ടി വരും. ഇത് വലിയ പനിയൊന്നുമില്ല, ചെറുങ്ങനെ ജലദോഷത്തിന്റെ ഒന്നും ആണ്. ജലദോഷം തന്നെ. ഞാൻ എന്നാ പിന്നെ ഞാൻ മുറിച്ച് വെച്ചോളാം. ഏതായാലും മീൻ കൊണ്ടുവന്നില്ലേ, അയിലല്ലേ, അവിടെ മുറിക്കാൻ വലിയ പണിയൊന്നുമില്ല. പിന്നെ 2 സൈഡ് വാങ്ങി ഇതാക്കിയാലേ. അമ്മ കുളിക്കാനും ചെയ്തുവാ, അമ്മ കുളിക്കാനും ചെയ്തുവാ. അമ്മ നേരത്തെ കുളിച്ചില്ലേ? ചായ കുടിച്ചിട്ടേ? ഇന്നലെ കുളിച്ചിട്ട, ഇന്നലെ കുളിക്കണ്ടാന്ന്. ഇന്നലെ പറഞ്ഞ് മഴ ആയിട്ട് പിന്നെ വേണ്ട, മഴ കുറച്ചു നേരം മഴ കിട്ടി. തണുപ്പ് കയറിയില്ലേ, നല്ല തണുപ്പ് കയറിയില്ലേ? തണുപ്പ് ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടുണ്ട്. അതെ. അപ്പൊ നമ്മുടെ മീനെല്ലാം നല്ല വൃത്തി കഴുകി വെച്ചിട്ടുണ്ടേ. നമ്മുടെ അയില ഇതാ നല്ല വൃത്തി കഴുകി വെച്ചിട്ടുണ്ട്, ഉപ്പന്നിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛൻ തറവാട്ടിലേക്ക് തന്നെ പോയി കേട്ടാ. അച്ഛൻ തറവാട്ടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടാക്കി. ലക്ഷു വന്നിട്ടുണ്ട്, ലക്ഷു നല്ല മഴ, അല്ല ലക്ഷു. അപ്പോ നമ്മൾ തക്കാളിയൊക്കെ മുറിച്ചെടുക്കാറുണ്ട് കേട്ടാ. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ സവാളയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. നമ്മുടെ സിമ്പിൾ കറിയാണേ. ആദ്യം തക്കാളി ഒന്ന് മുറിക്കട്ടെ. പക്ഷോ തക്കാളി ഒന്ന് ചെറുങ്ങനെ കട്ട് ചെയ്യുക. അമ്മേനെ വെക്കുന്ന പോലത്തെ കറിയാണ് കേട്ടോ. മുമ്പ് അമ്മേനെ ഇങ്ങനെ വെക്കല് എളുപ്പത്തിൽ കറി. ഇഞ്ചി നിറത്തിന് ഓടിക്കാം. ഉള്ളി മുറിച്ച് അച്ഛൻ മുറിക്കല്ല, അച്ഛൻ മുറിച്ച. അച്ഛൻ നല്ല ഇഷ്ടമല്ലേ കുക്കിങ്. അച്ഛൻ വെച്ചിട്ട് കറിയാങ്ങ എന്താ പറയണോ കേട്ടാ കേട്ടാ. നമ്മളെ അടുപ്പിൽ തീ പിടിപ്പിച്ചിട്ടുണ്ടേ. നമുക്ക് മീൻകറി ഇറക്കാം. ആദ്യം ഇതാ നല്ല ചട്ടി കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ സവാള, വലിയ സവാള, തക്കാളി, പച്ചമുളക് നല്ല ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ഇട്ട് കൊടുക്കുക. ഇതിനൊക്കെ ആവശ്യത്തിന് പൊടികളും ചേർത്ത് കൊടുക്കുക.
ഇത് മുളക് പൊടി, ഇത് സാധാ മുളക് പൊടിയാണ് കേട്ടോ, കുറച്ചിടാം. സാധാ മുളക് പൊടി, നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാശ്മീരി കുറച്ച് കൂടുതൽ ഇടാം കേട്ടോ. പിന്നെ നമ്മുടെ ഉപ്പ്, പാകത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ പുളി വെള്ളം കൂടെ വെച്ച് കൊടുക്കും കേട്ടോ. വാളംപുളി വെള്ളമാണ്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ. ഓക്കെ, അടുത്തത് വെച്ച് കൊടുക്കാം. കേട്ടോ, അങ്ങനെ നമ്മുടെ അരപ്പ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ച് നമ്മുടെ അതിൽ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ മസാല കിടക്കട്ടെ കേട്ടോ. ഓക്കെ, പോകട്ടെ. അപ്പം നമ്മുടെ കറി ഉപ്പും പുളിയിലുണ്ടോ നോക്കട്ടെ. ഉപ്പും പുളിയിലുണ്ടോ കേട്ടോ. ചട്ടി കുറച്ച് അങ്ങോട്ട് മാറ്റാം. കയ്യിലൂടെ വെച്ചിട്ട് ഇനി ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും കേട്ടോ. നല്ല പച്ച വെളിച്ചെണ്ണ മതി, കുറച്ചുകൂടെ വെച്ച് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയി കേട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പിലയുണ്ട്. നമ്മുടെ നാടൻ വീട്ടിലെ കറിവേപ്പിലയാണ്. അത് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ അവിടെ അയില മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇന്നത്തെ അത്താഴം കഴിക്കലായേ. അല്ലാതെ കുറച്ച് നേരത്തെ കഞ്ഞി ചുട്ട പപ്പടും ഉപ്പിട്ട വാങ്ങി കൂട്ടി കഴിച്ചു കേട്ടോ. പിള്ളമാർ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവർ പഠിക്കുന്നു കേട്ടോ. ഞാൻ അവർക്ക് വിളമ്പി കൊടുക്കേണ്ടി വരും ഇന്ന്. അച്ഛൻ നമുക്ക് കൊടുത്തിട്ടാ, നാളെ കൊണ്ട് കൊടുക്കാം. കണ്ടാ നമ്മളെ കറി നമ്മുടെ അയില മുളകിട്ടത് അടിപൊളിയായിട്ടുണ്ട്. നല്ല കുറുകിയ കറിയാണ്. 2 കഷ്ണം എടുത്ത കുറച്ചിൻ്റെ ചാറും. അപ്പോൾ ഇന്നത്തെ കറി നമ്മുടെ പയർ തോരനുണ്ട്. അതുപോലെ തന്നെ ഇത് ഉച്ചക്കത്തെ കറിയാണ് കേട്ടോ. ഉച്ചക്കത്തെ തേങ്ങാച്ച മത്തിക്കറി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ അയിലക്കറി, അയില മുളകിട്ടതും. അപ്പോൾ ആദ്യം നമ്മുടെ ഇന്നത്തെ കറിയെ നോക്കാം, ഇപ്പം വെച്ച കറിയെ നോക്കാം. ചോറിലൊന്ന് എന്നിട്ട് ചാറിലൊന്ന് വരച്ച് കഴിച്ചു നോക്കാം. സംഭവം നല്ല കറിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്തിരി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല തുടിക്കാച്ച് കറി, നല്ല പൊറോട്ടൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും.
സംഭവം അടിപൊളി. അതിലൊരു പീസ് പീസും ലേശം ചാറും കൊണ്ട് കുഴച്ച് ഒന്നും പറയാനില്ല. ഇനി നമ്മുടെ കുറച്ച് തേങ്ങാച്ച മത്തിക്കറി, മത്തിയിലൊരു പീസ് എടുക്കാം. മത്തിയിലൊരു പീസും കൂടി കുഴച്ച് നമ്മുടെ പയർ തോരൻ. ഇന്നത്തെ അത്താഴം സൂപ്പറാണ് കേട്ടോ. എന്നാ പിന്നെ ഞാൻ ആസ്വദിച്ച് കഴിക്കട്ടോ കേട്ടോ. ഓക്കെ, പുറത്ത് നല്ല മഴ ചാർന്നുണ്ട് കേട്ടോ. ചാറ്റൽ മഴ.